ഇന്നത്തെ നമ്മൾ ഐറ്റം ഒരു അടിപൊളി കളർഫുൾ ആയിട്ടാണ്. ആ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ശംഖുപുഷ്പം ഉണ്ടല്ലോ അതൊന്ന് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അരിപ്പൊടി എടുക്കുക, നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന അരിപ്പൊടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഉണ്ട ഉണ്ടാക്കുകയാണ് കേട്ടോ, നല്ല മധുരമായിട്ട് ഉണ്ടയാണ് കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കട്ടോ, നമ്മൾ കാസർഗോഡ് ഇതിന് ഉണ്ടാന്നാണ് പറയുന്നത്. ഒരു പാനിലേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, പഴുത്ത പഴം, അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കേണ്ടത്, അത് വേവാൻ പാകത്തിന്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നല്ല മട്ട അരിയുടെ അവലുണ്ടല്ലോ, അവലും പിന്നെ ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് എല്ലാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല. അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഈ സാധനം ഒന്ന് മാറ്റി വെക്കാം. എല്ലാം നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യണേ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ മാവുണ്ടല്ലോ അതൊന്ന് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നടുവിലിട്ട് കുറച്ച് സെൻറ്ററിലേക്ക് കുറച്ച് ഇങ്ങനെ കുഴി പോലെ ആക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. റൗണ്ട് ഷേപ്പാണ് അങ്ങനെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു വെളുത്തുള്ളീൻ്റെ ഒക്കെ ഷേപ്പില്ലേ, ആ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളീൻ്റെ ആ ഒരു ലൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഇറക്കിൽ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കൂടിയിട്ട് ഇങ്ങനെ ലൈൻ പോലെ ഇട്ട് കൊടുക്കാം. ഡീപ്പിലേക്ക് പോകരുത്, അപ്പോൾ പിന്നെ നമ്മൾ ശർക്കരയൊക്കെ വേകുന്ന സമയത്ത് പുറത്തേക്ക് വരും. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കളർഫുൾ ഉണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര തൊട്ട് കഴിക്കുകയാണ്. ടേസ്റ്റ് സെയിം തന്നെയാണ് കേട്ടോ. ആ ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് മാത്രം ഒരു ഡിഫറെൻ്റ് ഉണ്ട്, അല്ലാണ്ട് നമ്മൾ സാധാരണ കൊഴുക്കട്ട കഴിക്കുന്ന ടേസ്റ്റ് തന്നെയാണ്. കാണാൻ നല്ല ലുക്കാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കളറൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് എടുത്തൊന്ന് കഴിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത് ബൈ.